ആയിരിക്കണു. ഓക്കെ ഓക്കെ. കുറെ കാലത്തിന് ശേഷം നേരിട്ടിട്ടാണ് കണ്ടത്. ഞാനിപ്പോ ഇന്ന് പള്ളിയിൽ പോയിരിക്കായിരുന്നു. പള്ളിയിൽ പോയിട്ട് ഓടി വരികയായിരുന്നു. രണ്ട് ആ, റിക്ഷ പിടിച്ചിട്ട് ഓടിയെത്തുമായിരുന്നു. അതെ അതെ. കൊള്ളട്ടെ, എന്തൊക്കെ വിശേഷങ്ങൾ, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, നല്ല രാവിലെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഉണ്ട്. രാവിലെ ഇവിടെ ബോംബെയിലൊക്കെ നല്ല ചൂടല്ലേ? ആ ഒരു നല്ല ഇതും കൂടി ചൂടായിരുന്നു. ഉണ്ട്. അതെ അതെ, നല്ല ചൂടാണ്. കുറച്ച് ദിവസം കൊണ്ട് മഴയൊക്കെ പെയ്യും വിചാരിക്കാം. എവിടെ നാട്ടിലേക്ക് 4-ാം തീയതി മഴ പെയ്യുള്ളൂ എന്ന് പറയണു. അതെ. അപ്പൊ ഇവിടെ 15-ാം തീയതി ആവും. രാവിലെ എക്സസൈസ് ഒക്കെ നമ്മളെ ഹാല നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ? കുഴപ്പമില്ല, ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു റൊട്ടീനിലേക്ക് പോളേട്ടൻ ഓൾറെഡി റൊട്ടീനിൽ ജീവിക്കുന്ന ആളാണ്, പറയേണ്ട ആവശ്യമില്ല. നല്ല പഞ്ച്വാലിറ്റിയോട് കൂടി ജീവിക്കുന്നത് എന്ത് തോന്നുന്നു? കുറച്ചുകൂടി ആഡ് ഓൺ ആയിട്ട് ഫിറ്റ്നസ് ജേണി ലൈഫിലേക്ക് വന്ന സമയത്ത്. ഒരു കുറച്ച് വെയിറ്റ് കുറവ് വന്നിട്ടുണ്ട്. ആ, ഞാനൊരു 93 ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 89.5 വരെയൊക്കെ ആയിട്ടുണ്ട്. ശരി ശരി ശരി. മൈൻഡിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഏഹ് രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡിനൊക്കെ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ടോ? നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവായി പണ്ടത്തേക്കാൾ. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ കാണുന്നില്ലേ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആൾക്കാർ 200-300 ഫാമിലി ഒരുമിച്ചാണ് എക്സസൈസ് ചെയ്യുന്നതൊക്കെ. ഉവ്വ് ഉവ്വ് ഉവ്വ്. അപ്പൊ അവരൊക്കെ ലൈഫിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ഉള്ളത് കൊണ്ടാണ് അവരൊക്കെ നമ്മളെ കൂടെ വരുന്നതും നമ്മളെ ജേണിയിലെ ഭാഗമാവുന്നതൊക്കെ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക ബുള്ളറ്റൻ. ഇത് ലൈഫ് ലോങ് ആണ്. എത്ര കാലം നമ്മൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര കാലം നമുക്ക് ജീവിക്കണം, എത്ര കാലം നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കണം എന്നത് വരെ നമ്മൾ ആ ടൈം വരെ നമുക്ക് ഇത് അത്യാവശ്യമാണ്. വേറെ ഭക്ഷണ രീതിയൊക്കെ ഇപ്പൊ എന്താ അവസ്ഥ? അവിടുത്തെ ആളുണ്ടാക്കി ഭക്ഷണം തരുന്നുണ്ട്? ഉണ്ടാക്കാനായിട്ട് കുറച്ച് വരുന്നുണ്ട്. ആ, അവരുണ്ടാക്കി തരലുണ്ടാ ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ? അവിടെ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് പോകും, ആ, ഉണ്ടാക്കി തന്നിട്ട് പോകും. ശരി. ഓക്കെ. പ്രാർത്ഥന നമ്മളിവിടെ കാര്യങ്ങളൊക്കെ തനിച്ചുള്ള നടക്കുന്നില്ലേ? താമസിക്കുന്നത്. അതെ, തനിച്ചാണ് അത് താമസിക്കുന്നത്. തനിച്ചുള്ളത്. അതെ അതെ. കുഴപ്പമില്ലാണ്ട് പോണു. ശരി ശരി ശരി. ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പോളട്ടെ, എനിക്ക് പേഴ്സണലിലേക്ക് മെസ്സേജ് അയച്ചോളിട്ടാ. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ പോളട്ട? ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ എപ്പോഴും ഫുഡൊക്കെ നമ്മൾ വളരെ കൺട്രോളിൽ പോയത് പോകുന്നതുകൊണ്ട് പിന്നെ ആ, അങ്ങനെ പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല, പുറത്തുനിന്ന് ഭക്ഷണമില്ല. ആ അതുകൊണ്ട് പിന്നെ അതുമാതിരി തന്നെ നമ്മുടെ കൂൾ ഡ്രിങ്ക്സ് കഴിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. ശരി. അതെ. ഇല്ല ഇല്ല ഇല്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അതെ അതെ, ആ കാര്യത്തിൽ പോളട്ട സൂപ്പറാണ്. കാരണം നിങ്ങൾ ഓൾറെഡി റിട്ടയർമെന്റ് ലൈഫ് ആഘോഷിക്കല്ലേ? ആഘോഷിക്കേണ്ട ടൈമാണ് നമ്മുടെ. ആഘോഷിക്കാനായിട്ട് നമ്മളെ തനിച്ചുള്ളൂ. അതെ എന്താ ചെയ്യാ, ഓക്കെ. ബാക്കിയൊക്കെ എല്ലാം മുകളിലുള്ള ആളുടെ അതെ അതെ, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ദൈവത്തിന് സമർപ്പിക്കും. ദൈവത്തിന്റെ കയ്യിലല്ലേ. അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. പിന്നെ അതെ അതെ പോളേട്ടനെ അതെ. സംബന്ധിച്ചോളം നിങ്ങൾ പ്രാർത്ഥനയിലും നല്ല ഒരു മാനസിക ആ, ജീവിതത്തിലൊക്കെ നയിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതന്നെ സ്പിരിച്വൽ ലൈഫ്. ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ളൊക്കെ മാസത്തിന് പോകും, പള്ളിയിൽ പോകുന്നുണ്ട്. പോകും. ആ, അപ്പൊ അത് കഴിയുമ്പോ ഒരു 7:45 8 മണിയാവും. ശരി ശരി അപ്പൊ ശരി. ഞാനിപ്പോ ഒരു 2 ഓട്ടം പിടിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ വീട്ടിലെത്തിയത്. അതെ അതെ. ശരി ശരി. എന്തായാലും കുഴപ്പമില്ല. ആയിക്കോട്ടെ പോളട്ടാ. ഇനി നമുക്ക് നേരിട്ട് ഇനി എപ്പോഴും എന്തുണ്ടെങ്കിലും മെസ്സേജ് അയച്ചോളി. നമ്മൾ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പിനും തയ്യാറാണ് കേട്ടോ. ശരി ശരി. ഓക്കെ. ഇനി എന്നാ ബോംബെക്ക് വരണേ? ബോംബെയിലായിരുന്നു ഇപ്പൊ 2 മാസം തുടർച്ചയായിട്ട് ബോംബെയിൽ തന്നെയായിരുന്നു. അത് ഇപ്പൊ ശരി, ഞാൻ ഇപ്പൊ നാട്ടിലാണ്. ഇപ്പൊ നാട്ടിലാണുള്ളത്. നാട്ടില് നമ്മള് ഒരു സ്കൂള് കയറിയിട്ടുണ്ടായിരുന്നു. ആ ആ ആ അപ്പൊ ഞാൻ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്, അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ. ഇപ്പൊ എല്ലാം നന്ദി ഭംഗിയായിട്ട് നടക്കട്ടെ. ആയിക്കോട്ടെ. ഇനി ആരാണ് ഒരു സൂം യൂസർ ഉണ്ടല്ലോ, ഒന്ന് സംസാരിക്കും. സൂം യൂസർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം.
ആ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതിയാവും സംസാരിക്കുന്നത്. സൂം യൂസർ. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എന്തായാലും എനിവേ നല്ല സൂം യൂസർ സംസാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മൊത്തത്തിൽ ചുരുക്കി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫുഡ് കറക്റ്റ് ആക്കുക, അതേപോലെ തന്നെ എക്സസൈസ് നമ്മൾ നന്നായിട്ട് ചെയ്യുക, അതേപോലെ തന്നെ നമ്മളെ മൈൻഡിനെ എപ്പോഴും പോസിറ്റീവ് മൈൻഡ് ആക്കി മാറ്റുക. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. മൈൻഡാണ് വളരെ പ്രധാനം. അപ്പോൾ മൈൻഡിനെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും ലൈഫിൽ ഇപ്പോൾ നമുക്ക് 3 സത്യങ്ങളുണ്ട്. ഇത് നമ്മളെ വിട്ടുപോല. ഈ 3 സത്യങ്ങൾ യാഥാർത്ഥ്യമാണ്, ഇതില്ലാതിരിക്കൂല. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് ജനനം, സത്യമാണ്. മരണം, ഇതും സത്യമാണ്. മൂന്നാമത്തെ ഒരു സത്യമുണ്ട്, അതിൻ്റെ ഇടയിലുള്ള ജീവിതം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെൻഷനും കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. അല്ല, എന്തെന്നെ ആവട്ടെ, ഇത് ദൈവത്തിന്റെ ഹിതം കൊണ്ടാണ് നടക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഞാൻ ഡെഡിക്കേറ്റഡ് ആവണം, എൻ്റെ ലൈഫിനെ ഞാൻ ഫ്രൂട്ട്ഫുൾ ആക്കണം എന്ന് മനസ്സിനെ നമുക്ക് പഠിപ്പിക്കാം. അത് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനോട് കൂടെ തന്നെ നമ്മൾ പ്രാക്ടീസ് കൂടി ചെയ്യണം. പ്രാക്ടീസാണ് ലൈഫിനെ നമ്മൾ സക്സസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആസ്വാദനം ചെറുതല്ല. നമ്മളിപ്പോൾ ഒരു ലഡു കൊള്ളട്ട മ്യൂട്ടാണ്. കൊള്ളട്ട മ്യൂട്ടാണ്. കൊള്ളട്ട മ്യൂട്ടാണ്. ആ മൈക്കത്ത് തൊട്ടാ മതി. ആ ഓക്കെ. ഇല്ല, കൊള്ളട്ട മൈക്ക് ഓഫാണ്. കോളട്ടന്റെ മൈക്ക് ഓഫാണ്. കോളട്ടന്റെ മൈക്ക് ആ മൈക്കത്തിന്റെ അവിടെ ഒന്ന് തൊട്ടാ മതി. കൊള്ളട്ട ക്യാമറ പിന്നിലേക്കായി. ആ മൈക്കത്തിന്റെ അവിടെ ഒന്ന് തൊട്ട് കഴിഞ്ഞാല് ആ വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആ ക്യാമറ ഒന്ന് തിരിച്ചു പിടിച്ചോളൂ. നിങ്ങൾ ആ പിടിക്കുന്ന ക്യാമറ ആ വെരി ഗുഡ്. സംസാരിച്ചോളൂ. കൊള്ളട്ടെ, എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമ്മൾ ആദ്യമേ തൊട്ട് കുറെയൊക്കെ പ്ലാനൊക്കെ ചെയ്തൊക്കെ പ്ലാനിങ് ഒക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ട് വന്നിരുന്ന ആളാ. പക്ഷേ ദൈവത്തിന്റെ പ്ലാനിങ് ഒന്ന് വേറെയാണല്ലോ. അതെ 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 അതെ. അപ്പൊ നമ്മൾ വിചാരിച്ച മാതിരിയൊന്നും കാര്യങ്ങളൊന്നും നടന്നില്ല. കുറെ കാര്യങ്ങളൊക്കെ നടന്നു, കുറെ കാര്യങ്ങൾ നടന്നില്ല. അതെ അതെ. അപ്പൊ ഇനിയൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടു കൊടുക്കുക. ഓക്കെ ഓക്കെ, അത്ര മനസ്സിൽ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യമില്ലല്ലോ. എന്തുണ്ടെങ്കിലും നമ്മൾ ഫേസ് ചെയ്യും എന്നുള്ളൊരു ദൃഢനിശ്ചയം വെച്ചാണ്. അതെ അതെ അതെ. എന്തായാലും 71 വയസ്സ് വരെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ജീവിച്ചു വന്നു. അതെ അതെ ഇനിയൊക്കെ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. ഇനി കിട്ടുന്നതൊക്കെ നമുക്ക് ബോണസ് ലൈഫാണ്. അതെ അതെ അതെ. മോളാണ്. ആയിക്കോട്ടെ. ഹായ് മോളോ. ആ അതെ അതെ. മാമൻ. ശരി ശരി ശരി. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. ഓക്കെ പോലട്ടാ, ഗുഡ് നൈറ്റ്. ശരി ശരി, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്.